ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഉപദേശമനുസരിച്ചും ഞാൻ ഹരിനാമകീർത്തനം ചെയ്യുന്നു. ഈ വിഷയത്തിൽ ദേവകളും അരുൾ ചെയ്ത ഭൂസുരരും, ദേവതകളും അതുപോലെ മനുഷ്യരിൽ തന്നെ തത്വജ്ഞാനം നേടിയിട്ടുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠരും, തത്വജ്ഞാനം നേടിയവരാണ് ബ്രാഹ്മണർ. ഭൂസുരൻ, ഭൂമിയിലെ രാജാക്കന്മാർ. എന്താ രാജാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം? സ്വന്തം ശരീര മനോബുദ്ധികളുടെ സ്വാമിയായിരിക്കുന്നവനാണ് രാജാവ്. മറ്റുള്ളവരെ ഭരിക്കാൻ സാമർഥ്യം കിട്ടുന്നതുകൊണ്ടാവില്ല എന്ന് പറയാം. അത് പല പ്രകാരത്തിലും ഭീഷണി കൊണ്ടും പ്രലോഭനം കൊണ്ടുമൊക്കെ സാധിക്കും. പക്ഷെ അത് അധികകാലം നീണ്ടു നിൽക്കുകയില്ല. രാവണൻ്റെ ആധിപത്യത്തിന് ആയുസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. ഇതുപോലെ ഭൂസുരർ, ഭൂമിയിലെ ദേവന്മാർ, രാജാക്കന്മാർ. ആരാത്? തത്വജ്ഞാനികളാണ്. ഭൂസുരരും നരനായി ജനിച്ചുടനെ മരണം ഭവിപ്പളവ്. നരനായി ജനിച്ചു, ഇനിയോ ഉടനെ മരണം ഭവിക്കുക എന്ന് പറഞ്ഞാൽ കാലമൊക്കെ ആത്യന്തിക കാലത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമല്ല. ആട്ടെ, ഇതാന്ന് പറയുമ്പോൾ കാലം എങ്ങനെ പോവേ. അപ്പോൾ ഓരോ നിമിഷവും ഹരിനാമകീർത്തനം ഉര ചെയ്യുന്നതിന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥന. മരണം ഭവിപ്പളവ് അളവും ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ജപയജ്ഞാനാം ജപയജ്ഞ അസ്മി എന്ന നാമജപത്തെ ഭഗവാൻ ഗീതയിൽ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏത് സാധന ചെയ്യണം എന്ന ചോദ്യത്തിന് ഗംഭീരമായിട്ടുള്ള ജപയജ്ഞം ചെയ്യാം. അതിനെന്നെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ജന്മം ലഭിച്ചത് നമ്മുടെ ഇടപെടൽ കൊണ്ടാണെന്ന് ഇപ്പോൾ അറിയില്ല. ഇന്നോരുടെ മകനായി ജനിക്കണം, മകളായി ജനിക്കണം, ഇന്ന സ്ഥലത്ത് ജനിക്കുമാറാവട്ടെ എന്നൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ കൊതിച്ചിട്ടുണ്ടോ ഒന്നും ഇപ്പം അറിയില്ല. ഇപ്പോഴെന്താ നമ്മൾ മനസ്സിലാക്കണത്? ഇവിടെ ഇങ്ങനെയൊക്കെ വന്ന് പിറന്നു, ഇനി എന്താ വേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഭഗവത്ഗീത പറഞ്ഞു തരുന്നുണ്ട്. അനിത്യം അസുഖം ലോകം. എന്താണ് ലോകത്തിൻ്റെ ഡെഫിനിഷൻ? ഇത് അനിത്യമാണ്, അസുഖമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിൽ സുഖം ലവലേശം ഇല്ല. പിന്നെയോ എന്നെന്നും നിലനിൽക്കുന്നതുമല്ല. ഇനി സുഖം ഉണ്ട് എന്ന് വയ്ക്കുക, എന്നാൽ പോലും അതെന്നെന്നും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ ആശ്രയിച്ച് സമയം കളയരുത്. ഇവിടെ തന്നെ നിന്നോളൂ, കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. പക്ഷേ ബന്ധം നാരായണനുമായി ആകട്ടെ. അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ സംഹൗ യു ഹാവ് ബോൺ ഹിയർ. എങ്ങനെയൊക്കെയോ നമ്മളിവിടെ ജനിച്ചുപോയി എന്ന് പറയാം. ഇനി എന്താ വേണ്ടത്? അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ മാം ഭജസ്വ, എന്നെ ഭജിക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സകല ശ്രേയസ്സും ഉണ്ടാവും. അന്തകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേവരം യഃ പ്രയാതി സമദ്ഭാവം യാതി നാസ്തി അത്ര സംശയഃ എന്നും ഗീതയിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. എന്താ പറയണത്? അവസാന കാലത്തും എന്നെ അനുസ്മരിക്കുന്നവൻ എന്നെ തന്നെ പ്രാപിക്കും. അന്ധകാലേ പി, അന്ധകാലേ അപി എന്ന് പറഞ്ഞാൽ അതുവരെയും എന്നർത്ഥമുണ്ട്. അതുകൊണ്ട് ജനിച്ച് ബോധം വന്ന് പറയാൻ ഉണർന്ന നാൾ മുതൽ എന്ത് പറഞ്ഞ് ശീലിച്ചോളണം? ഹരിനാരായണായ നമ, ഹരിനാരായണായ നമ എന്ന് ശീലിച്ചോളണം.